തിരൂർ നഗരസഭ UDF ഭരണസമിതിയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി മാർച്ച് നടത്തി. നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് PP ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. റിംഗ് കമ്പോസ്റ്റ് വിതരണ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ തിരൂർ നഗരസഭ UDF ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ സമരം പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഓഫീസിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് തള്ളിക്കയറി. ഇതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയായിരുന്നു. നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം സമാധാനമാക്കിയത്. എല്ലാ സംഘടനകളോടും അതിന്റെ നേതാക്കന്മാരോടും പെരുമാറിക്കൊണ്ടിരിക്കുന്നു. കൗൺസിലിനകത്ത് എന്തെങ്കിലും കാര്യം ഉന്നയിച്ചാൽ കൗൺസിലർമാരെ പോലും ബഹുമാനിക്കാനോ അവരോട് മാന്യമായി സംസാരിക്കാനോ തയ്യാറാകാതെ താൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഒരു മുനിസിപ്പൽ കൗൺസിലിന്റെ ഭരണാധികാരിയല്ല, ഈ കേരളത്തിന്റെ മുഴുവൻ ഭരണാധികാരിയാണ് എന്ന ധിക്കാരത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മുടെ ചെയർപേഴ്സൺ പെരുമാറിയിട്ടുള്ളത്. അതവരുടെ വിവരക്കേട് കൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ അത്തരം വിവരക്കേടുകൾ ജനാധിപത്യ മാർഗത്തിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് അവരെ ഉപദേശിക്കേണ്ടത് അവരെ ചെയർപേഴ്സണാക്കി തീരുമാനിച്ചിട്ടുള്ള നഗരസഭയിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന സംവിധാനത്തിന്റെ നേതാക്കന്മാരാണ്. റിംഗ് കമ്പോസ്റ്റ് വിതരണ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ തിരൂർ നഗരസഭ UDF ഭരണസമിതി രാജിവെക്കുക, ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ ടെൻഡറിൽ ക്രമക്കേടുണ്ടെന്നും ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. PP ലക്ഷ്മണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. UP മനേഷ് അധ്യക്ഷനായി. P സുമിത്, K നൌഫൽ, P ഷറഫുദ്ദീൻ, KP ധനേഷ്, ഷമീം, K ഷമീൽ, ഫഹീം, ഹാഷിം ബാപ്പു തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂർ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.